ഹായ് ഫ്രണ്ട്സ്, സാധാരണ മുട്ടുവേദന വരുന്ന ഭൂരിപക്ഷം ആളുകളിലും രക്തം പമ്പ് ചെയ്യാത്തതിൻ്റെ കുറവുകൊണ്ടായിരിക്കും. ആവശ്യത്തിനുള്ള രക്തം മുട്ടുകളിൽ എത്താതിരിക്കുന്നതാണ് മുട്ടുവേദനയുടെ പ്രധാന ഘടകം. കൂടുതലായി നിൽക്കുന്നവരാവാം, അല്ലെങ്കിൽ കൂടുതലായി കാലിന് സ്വാധീനം കൊടുക്കുന്ന, ബലം കൊടുക്കുന്ന, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്നവരാവാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം, അതുപോലെ തന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് വരുന്ന വിഷയങ്ങളിലെല്ലാം മുട്ടിന് കംപ്ലയിൻറ്റ് വരാറുണ്ട്. പ്രധാനമായിട്ടും അലർജറ്റിക്കായ ആളുകൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ടിഷ്യൂസ് കൂടുതലുള്ളവർ, ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർ, അതുപോലെ തന്നെ നമുക്ക് മറ്റേതെങ്കിലും ആസിഡ് വേരിയേഷൻ കൂടുതലുള്ളവർ, ഇത്തരം ആളുകളിലാണ് മുട്ടുവേദന സാധാരണ പെട്ടെന്ന് വരാറ്. മുട്ടുവേദനയുടെ ആരംഭ ദിശയിലാണെങ്കിലും മുട്ടിലേക്ക് വന്ന ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കൊടുത്താൽ മുട്ടുവേദന വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാവുന്നതാണ്. പ്രത്യേകിച്ച് മരുന്ന് പോലും ഇല്ലാതെ മുട്ടുവേദന നമുക്ക് മാറ്റിയെടുക്കാം. മുട്ടിലേക്ക് വരേണ്ട എനർജി എന്ന് പറയുന്നത് നടുവിൽ നിന്നാണ് വരേണ്ടത്. ആ എനർജി നടു സ്റ്റിഫായി കഴിഞ്ഞാൽ ആ എനർജി മുട്ടിലേക്കുള്ള വരാതിരിക്കുകയും മുട്ടിന് സ്വാഭാവികമായിട്ടുള്ള കംപ്ലയിൻറ്റ് ഉണ്ടാവുകയും ചെയ്യും. മുട്ടിലേക്ക് വരുന്ന വെയിനുകൾ നടുവിൽ കംപ്രസ്സായി നിൽക്കുകയാണെങ്കിൽ മുട്ടിൽ ആ വെയിനുകൾ ഉറയാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മുട്ടിൻ്റെ ഒരു സൈഡിൽ നീർക്കെട്ട് വരികയും ആ നീർക്കെട്ട് പിന്നീട് മുട്ടിലേക്കുള്ള പൂർണ്ണമായ പമ്പിങ് കുറയ്ക്കുകയും അതുവഴി മുട്ടിൻ്റെ ഫ്ലൂയിഡ് ഇല്ലാതെയൊക്കെയും ചെയ്യുന്നതാണ്. സാധാരണ കേസുകളിൽ മുട്ടുവേദനയെ നമുക്ക് എളുപ്പം പരിഹരിക്കാൻ കഴിയുന്നതാണ്. നടുവിൽ നിന്ന് വരുന്ന വെയിനുകളെ റിലീസ് ചെയ്തുകൊണ്ട് മുട്ടിലേക്കുള്ള പമ്പിങ് കൂട്ടിയെടുത്താൽ അധികം മരുന്നുകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് മുട്ടുവേദന പരിഹരിക്കാം. മുട്ടുവേദനയുടെ മറ്റൊരു സ്റ്റേജ് എന്ന് പറയുന്നത് മുട്ടിന് തേയ്മാനം വരിക എന്നുള്ളതാണ്. ഫ്ലൂയിഡ് കല്ലിക്കുകയും ബോണുകൾ തമ്മിലുള്ള പരസ്പര ഉരച്ചിലുകൾ കാരണം വരുന്ന ചെറിയ തേയ്മാനങ്ങൾ, അത് പിന്നീട് മെനിസ്കസ് മറ്റുള്ളതൊക്കെ പൊട്ടാനും ടിയർ വരാൻ മറ്റുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷേ ആരംഭ ദിശയിലാണെങ്കിൽ നമുക്ക് അധികം മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് മുട്ടുവേദനയെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ.